പ്രത്യേക തെരഞ്ഞെടുപ്പ് ബുള്ളറ്റിനിലേക്ക് വീണ്ടും സ്വാഗതം. ലോക്സഭാ മണ്ഡലങ്ങളിലൂടെ ഡോക്ടർ അരുൺകുമാറിനൊപ്പം റിപ്പോർട്ടറിന്റെ അശ്വമേധം പര്യടനം തുടരുകയാണ്. ഇന്ന് അശ്വമേധം തൃശൂർ മണ്ഡലത്തിലെ വോട്ടർമാർക്കൊപ്പമാണ്. കാണാം അശ്വമേധ കാഴ്ചകൾ കേരളവർമ്മ കോളേജിൽ നിന്നും. തൃശ്ശൂരിന്റെ രാഷ്ട്രീയ സർവകലാശാലയാണ് കേരളവർമ്മ. തൃശ്ശൂരിൽ എവിടെ പോയാലും ഒരു കേരളവർമ്മ ടച്ചുണ്ട്. അതുകൊണ്ട് തൃശ്ശൂരിലെത്തുന്ന അശ്വമേധത്തിന് കേരളവർമ്മയിൽ വരാതിരിക്കാനാവില്ല. കേരളവർമ്മയിലെ വിദ്യാർത്ഥികൾ എങ്ങനെയാണ് ഈ തിരഞ്ഞെടുപ്പിനെ വിലയിരുത്തുന്നത് നമുക്ക് നോക്കാം. അശ്വമേധം കേരളവർമ്മ. മോർണിംഗ്. ഹലോ. നമസ്കാരം. എല്ലാവരും ഉണ്ടല്ലോ അല്ലേ? ഉഷാറാണ്. SFI, KSU, ABVP. എന്താണ് കേരളവർമ്മയിൽ ABVP ഇല്ലേ? എന്താണ് ശ്രീകുട്ടാ? എങ്ങനെയുണ്ട് പൊതുവെ രാഷ്ട്രീയമൊക്കെ? പൊതുവെ രാഷ്ട്രീയം വലിയ ആവേശത്തിലാണ്. തെരഞ്ഞെടുപ്പ് ആവേശത്തിലോട്ട് രാജ്യം നീങ്ങുകയാണ്. അതോടൊപ്പം തന്നെ നമ്മളും ആവേശത്തിലാണ്. തൃശ്ശൂർ മണ്ഡലത്തിൽ എങ്ങനെയാ മത്സരം കടുക്കുമോ? തീർച്ചയായിട്ടും തൃശ്ശൂർ രാജ്യം ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമാണ്. വലിയ കരുത്തർ തന്നെ അണിനിരക്കുന്നുണ്ട് മത്സരത്തിനായിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും തൃശ്ശൂർ എന്തായാലും മത്സരം കടുപ്പത്തിലായിരിക്കും എന്നുള്ളതിൽ ഒരു സംശയമില്ല. അതിന് സാധ്യത വളരെ കുറവാണ്. നമ്മൾ എന്തായാലും ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് അനുകൂലിക്കുന്ന ആൾക്കാരല്ല. അല്ല, മതേതരമായിട്ട് ചിന്തിക്കുന്ന ഒരു ജനത ഒരിക്കലും BJP അനുകൂലിക്കില്ല. LDF UDF തമ്മിൽ തന്നെയാണ്. അതെ, മോദി വരാനാണ് കൂടുതൽ സാധ്യത. കാരണം പ്രതിപക്ഷം ഐക്യം ഇപ്പോൾ വളരെ ദുർബലമാണ്. അതെ, നിതീഷ് കുമാറും പിന്നിൽ നിർത്തി. അതെ, ഇപ്പോൾ തന്നെ നരേന്ദ്രമോദി സർക്കാർ വളരെയേറെ ഭരണഘടനയ്ക്ക് കത്തിവെക്കുന്ന കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നരേന്ദ്രമോദിയാണ് വീണ്ടും അധികാരത്തിൽ വരാനുള്ള സാധ്യത. പക്ഷേ അത് രാജ്യത്തിനും ഭരണഘടനയ്ക്കും തീർച്ചയായും ഒരു വെല്ലുവിളിയായിരിക്കും. TN പ്രതാപനും VS സുനിൽകുമാറും തമ്മിൽ തന്നെയാണ് കൂടുതൽ മത്സരം നടക്കാൻ സാധ്യത. ഇപ്പം ആര് വരികയാണെങ്കിലും നമ്മളിപ്പോൾ പുതിയ തലമുറയിലേക്ക് വരുമ്പോൾ വോട്ട് ചെയ്യുമ്പോൾ ആര് വരുന്നു നമ്മുടെ സ്വന്തമായിട്ടുള്ള അഭിപ്രായമാണ് ആർക്ക് വോട്ട് ചെയ്യാന്നുള്ളത്. അപ്പൊ ചിന്തിച്ച് വോട്ട് ചെയ്യാന്നുള്ളതാണ്. SFI സജീവ രാഷ്ട്രീയത്തിലുണ്ടോ? ക്യാമ്പസിലില്ല. എങ്ങനെ പൊതുവെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വിലയിരുത്തിയാൽ നരേന്ദ്രമോദിക്ക് ഒരു മൂന്നാം ഊഴം കിട്ടുമോ? കിട്ടും, സാധ്യത കൂടുതലാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നരേന്ദ്രമോദിക്ക് ഒരു മൂന്നാമത് ഊഴം കിട്ടാൻ സാധ്യത കുറവാണ്. ഇന്ത്യ മുന്നണി ജയിക്കും തന്നെയാണ് പ്രതീക്ഷ. തൃശ്ശൂർ സുനിൽകുമാർ ജയിക്കും, ഉറപ്പാണ്. എന്താ മൊത്തം രാജ്യത്തിന്റെ അവസ്ഥ? മൊത്തം ഇപ്പോൾ ഒരു വർഗീയ ലെവലിലേക്കാണ് പോണത്. ഇനി മൂന്നാമത്തെ ഊഴം ചാൻസ് കുറച്ച് കിടക്കുന്നുണ്ട്. ഇന്ത്യ മുന്നണിയുടെ ഇപ്പോൾ ഒരു തകർച്ചയിലേക്കെന്നുള്ള രീതിയിലേക്ക്. ഇപ്പോൾ കോൺഗ്രസ് ഈ ജയിച്ചു വന്നാൽ തന്നെ ചിലപ്പോൾ BJPയിലേക്ക് പോകാനുള്ള സാധ്യതകളും കൂടുതലാണ്. ഈ പറഞ്ഞതുപോലെ തന്നെ വലിയ പ്രതീക്ഷയിലാണ് തൃശ്ശൂരിൽ നമ്മൾ കാണുന്നത്. തീർച്ചയായും സുനിൽകുമാർ തന്നെ ജയിക്കുന്നതാണ് ഞങ്ങളെല്ലാവരുടെയും അഭിപ്രായം. ഇനി അടുത്തൊരു BJP സർക്കാർ എന്തായാലും വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഏറ്റവും ജനകീയനായിട്ടുള്ള കരുത്തറ്റൊരു CPI നേതാവാണ് നമ്മുടെ അഡ്വക്കേറ്റ് ശ്രീ സുനിൽകുമാർ സാറ്. അതുകൊണ്ട് തന്നെ ഒരു വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് എൻ്റെ പല ആവശ്യങ്ങളും ഒരു വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ പോലും അദ്ദേഹം വിളിച്ച് എനിക്കതെല്ലാം ചെയ്തു തരുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത് വലിയൊരു ആരാധനയുണ്ട്. എനിക്ക് തോന്നണേ മോദി തന്നെയായിരിക്കും. കേരളത്തിൽ തൃശ്ശൂരിൽ അതോ പറയാൻ പറ്റൂലല്ലോ. ഇല്ല, തീർച്ചയായിട്ടും അടുത്ത മത്സരം ത്രികോണ മത്സരം ഉണ്ടാവാനാണ് ചാൻസ്. ഇനി പൊതുവായിട്ടൊരു കാര്യം, ഈ സ്ത്രീകളുടെ പ്രാതിനിധ്യം പൊതുവെ നമ്മളുടെ എല്ലാ പാർട്ടികളുടെ സ്ഥാനാർത്ഥി ലിസ്റ്റിലും കുറവാണ്. അതിനെക്കുറിച്ച് എന്താ അഭിപ്രായം? കുറവാണ്. LDFിൽ തന്നെ 3 പേർ, അവരാണ് പരമാവധി. UDFിന്റെ കാര്യത്തിൽ സ്ഥാനാർത്ഥി ലിസ്റ്റ് വന്നില്ലെങ്കിലും ഒരാളാണ് ഉണ്ടാവാൻ സാധ്യതയുള്ളത്. ശരിയാണോ? 20 പേരിൽ കൂടുതൽ പ്രാതിനിധ്യം വേണ്ടേ? വേണ്ടതാണ്. സംഖ്യാനുപാതികമാണ്, അങ്ങനെയാണോ അഭിപ്രായം? അതെ അല്ലേ? അതെ. 50-50 തന്നെ വേണം. തൃശ്ശൂരിലെ മത്സരത്തിന്റെ ചിത്രം പ്രേക്ഷകർക്ക് മനസ്സിലായി. കേരളവർമ്മയുടെ മനസ്സിൽ എന്താണ് എന്നുള്ളതും പ്രേക്ഷകർക്ക് മനസ്സിലായി. ഇനി വീണ്ടും നമ്മൾ കാണും മറ്റൊരു ക്യാമ്പസിൽ, മലപ്പുറത്തേക്ക്. ലെറ്റ്സ് ഗോ.